മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൊടും ക്രൂരതകൾ ചെയ്ത് ഈ ഒരു അവസ്ഥ വന്ന കരുണ ഇപ്പോൾ ഒരു കോമ സ്റ്റേജിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പ്രതാപൻ്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തും പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് ഈ കുട്ടിയുടെ ശരീരത്തിൽ പോയിക്കുന്ന വിഷം എന്താണെന്നോ ഏതാണെന്നോ ഒന്നും നോക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മെഡിക്കൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ചികിത്സയും ട്രീറ്റ്മെൻറ്റും ഈ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതെന്ത് വിഷമാണ് ഉള്ളിൽ പോയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇവിടെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്നും ഡോക്ടർ പറയുന്നുണ്ട്. അതായത് ഡോക്ടർ ഒരുവിധം കൈ ഒഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതൊക്കെ കേട്ട് മുത്തശ്ശി തകർന്നടിച്ച് നിലവിളിക്കണം. അതിനോടൊപ്പം പ്രതാപന് ഇതെന്താ സംഭവിക്കണേന്ന് മനസ്സിലാവാണ്ട് നമ്മുടെ ഉണ്ണി മാറിയിരുന്ന് കരയുകയാണ്. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ പ്രതാപനും കൂടെ ആലോചിച്ച് തീരുമാനിക്കണം, വേഗം വാ മോനെ, ഇതിനെ മറുമരുന്ന് കൊടുത്താൽ മാത്രമേ ഇനി നമ്മുടെ മോളെ ജീവനെങ്കിലും തിരിച്ച് കിട്ടത്തുള്ളൂ. നീ വേഗം തന്നെ വാ, നമുക്ക് ആ ലാടനെ കാണാൻ പോവാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ആ ലാടനെ കാണാൻ പോകണം. അങ്ങനെ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ കയ്യിൽ അത് തന്നപ്പോൾ തന്നെ പറഞ്ഞല്ലോ, നിങ്ങളത് വളരെ സൂക്ഷിച്ച് അത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണമെന്ന്. ഇപ്പോൾ ഈ കിടന്ന് ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമുണ്ട്. ഉടൻ തന്നെ അയാൾ എന്തൊക്കെയോ മരുന്നുകൾ ചേർത്ത് അരച്ച് ഒരു കുപ്പിയിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ ഇത് കൊണ്ടുപോകുന്ന കൊള്ളാം, ഇത് ഇന്ന് തന്നെ കൊടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനാവില്ല. കാര്യം ആ വിഷം ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ആ കുട്ടിയുടെ സമയം മൊത്തം, ആ ഓരോ നിമിഷവും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ഓരോ നാഡിയും അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആ ലാടൻ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും ഓടി ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഡോക്ടർ പല കാര്യങ്ങളും ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, ഈ കുട്ടിക്ക് വീട്ടിലെങ്ങനെയായിരുന്നു. അപ്പോൾ ഉണ്ണി ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട്, ഡോക്ടറെ അവളുടെ അമ്മയുടെ പിറന്നാളായിട്ട് 2 ദിവസം വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയതാണ്, വേറൊന്നും എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും എൻ്റെ കുഞ്ഞ് എനിക്ക് നഷ്ടമായി, ഇതാരാ എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല ഡോക്ടറെ എന്ന് ഉണ്ണി പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട്. അപ്പോഴാണ് നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും കൂടെ വന്ന് ഡോക്ടറെ റൂമിലോട്ട് ചെല്ലുകയാണ്. എൻ്റെ ഡോക്ടറെ അടുത്ത് കാര്യം പറയുന്നത്, ഡോക്ടറെ ഇത് ഒരു മറുമരുന്നാണ്, ഇത് ആ മോളുടെ ശരീരത്ത് കൊടുത്താൽ മാത്രമേ മോളുടെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താനാവുള്ളെന്ന് നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ പ്രതാപനും കൂടെ പറയണം. അത് കേട്ടപ്പോൾ ഡോക്ടർ ആകെ ഷോക്ക്ഡ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ആ കുട്ടിക്ക് ഈ വിഷം കൊടുത്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ആ കുട്ടിയുടെ ഈ ഒരു പ്രായത്തിൽ ആദ്യത്തെ ഒരു കുട്ടിയാണ്. ആ ഒരു കുരുന്ന് ജീവൻ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്തിനാണ് ഈ ഒരു കൊടും ക്രൂരത ചെയ്തതെന്ന് ചോദിച്ച് ഡോക്ടർ ഇവരെ കിട്ടുക വഴക്ക് പറയണം. ഞാൻ എന്തായാലും പോലീസിനെ അറിയിക്കാൻ പോവാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല. ഇനിയിപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന ഈ മറുമരുന്നൊന്നും ഞാൻ കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും എല്ലാം വിളിച്ചുകൊണ്ട് പറയാണ്, ഡോക്ടറെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. കാരണം ഇപ്പോൾ നമുക്ക് മോളുടെ ജീവൻ എങ്ങനെയെങ്കിലും നിലനിർത്തണം. അതിന് വേണ്ടിയിട്ട് പ്ലീസ് ഡോക്ടറെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഡോക്ടർ ഒന്നും അമ്പും വില്ലിലും അടുക്കാത്തൊരു മട്ടിലാണ്. ഡോക്ടർ പറഞ്ഞു, ഇവിടെ വെച്ച് ഇതൊക്കെ കൊടുത്ത് ഇനി എന്തെങ്കിലും കുഴപ്പം വരാണെങ്കിൽ എൻ്റെ ജീവിതം കൂടെ തുളയ്ക്കാനാണോ? ആ കുട്ടി എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ഒരു കുട്ടി, ഒരു കുരുന്നിനെ വയറ്റിലിട്ട് ജീവിച്ച ഒരു കുഞ്ഞല്ല, അതിനോട് ഇത്രയും ക്രൂരതയൊക്കെ നിങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്? നിങ്ങളുടെ സ്വന്തം മകളല്ലേ എന്നൊക്കെ പ്രതാപൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഡോക്ടറെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പ്രതാപൻ ആ ഡോക്ടറുടെ കാലി വീഴാണ്. അപ്പോൾ ഉണ്ണി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്ത് അടുക്കുന്നില്ല. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് ഡോക്ടർ ഇതൊന്ന് കൊടുക്കൂ പ്ലീസ് എന്ന് പറഞ്ഞ് പ്രതാപനും മുത്തശ്ശിയൊക്കെ കിടന്ന് കരയുകയാണ്. അപ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെ സമ്മതിക്കണം കേട്ടോ, ഇത്രയും ഒരു ക്രൂരത ഈ ഒരു കുഞ്ഞു കുട്ടിയോട് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അപ്പോൾ ഉണ്ണിയും പറയുന്നുണ്ട്, എനിക്കിതൊന്നും അറിയില്ല ഡോക്ടർ, ഇവിടെ എന്താ സംഭവിക്കണമെന്ന്. എന്തായാലും എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു, ഇവരെന്തൊക്കെയാണ് കാണിച്ച് കൂട്ടിയെന്നൊന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞ് ഉണ്ണി ആ ഒരു ഇതിലിങ്ങനെ ഷോക്കിൽ നിന്ന് ഇങ്ങനെ വിഷമിക്കുകയാണ്. എന്തായാലും ഡോക്ടർ പോലീസിനെ അറിയിക്കുമെന്നും ഇവിടെ ഇതൊന്നും കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നും തീർത്തും ഡോക്ടർ പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുള്ളൂ, പക്ഷേ ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടി ഇനി കാരണം വെച്ചാൽ ഇപ്പം തന്നെ കരുണയുടെ എല്ലാ ഞരമ്പുകളും തളർന്ന് ആ ഒരു കോമ സ്റ്റേജിൽ, അതായത് കണ്ണ് മാത്രം മേളിലോട്ട് നോക്കിയിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ ഈ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടി എത്തും എന്നുള്ളത് ഡോക്ടർ തീർത്തും പറയുകയാണ്.
അത് കഴിഞ്ഞ് ഇതേ സമയം നമ്മുടെ ദുർഗ അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. കാരണം എന്ന് വെച്ചാൽ മഹാലക്ഷ്മി കാരണം തന്നെയാണ് എൻ്റെ ഉണ്ണിയുടെ കരുണമോക്ക് ഈ ഒരു അവസ്ഥ വന്നത്. നീ എന്ന് ഈ കുടുംബത്തെ കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയതല്ലേടി ഈ ഒരു ദുരന്തങ്ങൾ. അപ്പോൾ ഉണ്ണിക്ക് എഴുന്നേറ്റ് ആ ചെകിടത്ത് ദുർഗയുടെ കൊടുക്കണമെന്നുണ്ട്. കാരണം അമ്മാതിരി കിടന്ന് മഹാലക്ഷ്മിയെ പറയാണ് ഇതൊക്കെ ദുർഗ അറിഞ്ഞു ഇങ്ങനെ കരുണയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നും ഉണ്ണിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നൊക്കെ. എൻ്റെ കരുണ പറയുന്നുണ്ട് എൻ്റെ മഞ്ജുവിൻ്റെ കേസ് എന്നെ എടുത്തു നോക്ക്. മഞ്ജുവും സാഗറും എന്ത് സ്നേഹിച്ച് നടന്ന മക്കളായിരുന്നു. അവരെ വിവാഹം കഴിച്ച് എവള് കാലുകൊടുത്തി വന്നേ പിന്നെ അവരെ വിവാഹം കഴിഞ്ഞ് വന്ന് ആ ഒരിതും അതങ്ങനെ അങ്ങ് പോയി. എന്നിട്ട് ലോക ഫ്രോഡായ ആ സാഗറിൻ്റെ കൂടെ എൻ്റെ മോള് ഇറങ്ങിപ്പോയി. അതെല്ലാം എവളെ വന്ന് കയറിയതിൻ്റെ ദോഷമാണെന്നൊക്കെ പറഞ്ഞ് ദുർഗ ചാടാണ്. അതുപോലെ ഇപ്പം എൻ്റെ ഉണ്ണിമോനും കരുണയും ഇവക്ക് കുഞ്ഞുണ്ടാകാത്തത് കൊണ്ട് മാത്രം ഇവക്ക് കരുണമോള് ഗർഭിണി ആയപ്പം തൊട്ട് അവളോട് ദേഷ്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മഹാലക്ഷ്മീനെ ഒരുപാട് അങ്ങ് കുറ്റപ്പെടുത്താണ് ഈ ദുർഗ. ബായി തോന്നണതൊക്കെ പറയണേ. കണ്ണന് എഴുന്നേറ്റ് ചെന്ന് 2 എണ്ണം കൊടുത്താലോ എന്ന് വരെ കണ്ണൻ ചിന്തിക്കുകയാണ്. പറഞ്ഞാലൊന്നും കേൾക്കില്ല. ദുർഗയ്ക്ക് ആ ദേഷ്യവും വാശിയും മൊത്തം ഇങ്ങനെ പറഞ്ഞ് മഹാലക്ഷ്മിയുടെ മെക്കിട്ട് തീർക്കുകയാണ്. പാവം നമ്മുടെ മഹാലക്ഷ്മി ഇതെല്ലാം അറിഞ്ഞതാണോ? ആ കുരുന്ന് വരുന്നതിന് കൊതിയോടെ കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ മഹാലക്ഷ്മി. അതിനോടൊപ്പം കണ്ണന്. കാരണം കരുണയും ഉണ്ണിയും മാത്രം വലിയ ഇഷ്ടമല്ലെങ്കിലും ഒരു കുഞ്ഞിക്കാൽ ആദ്യമായിട്ട് ആ കുടുംബത്ത് വരുന്നതും അവർക്ക് ആ ലാളിക്കാനും എല്ലാവർക്കും ഓമനിക്കാനും ഒക്കെയുള്ള ഒരു കുഞ്ഞല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും ആ ഒരു വരവേൽപ്പിനായിട്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ഒരു കൊടുംചതി നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലെ കേസ് എടുത്ത് പറയുകയാണെങ്കിൽ ഡോക്ടർ എന്തായാലും ഈ മരുന്ന് കൊടുക്കാനായിട്ട് എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. പക്ഷേ പ്രതാപൻ 18 അടവും പയറ്റി നോക്കുകയാണ്. എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഡോക്ടറെ ഞങ്ങൾ തരാം, ഞങ്ങളുടെ മോളുടെ ജീവൻ ഒന്ന് രക്ഷിച്ച് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രതാപൻ കിടന്ന് ഇങ്ങനെ ഡോക്ടറെ കാല് പിടിക്കുകയാണ്. ഇതൊക്കെ കണ്ട് മാറി നിന്ന് നിലവിളിക്കണേ അല്ലാണ്ട് ഉണ്ണിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കരുണമോളുടെ ജീവിതം ഇനി ഒരു നല്ല രീതിയിൽ എത്തുമെന്ന് ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല. കാരണം ഓരോ മിനിറ്റും ഓരോ സെക്കൻഡുകളും വൈകും തോറും കരുണയുടെ ജീവൻ ആപത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കണക്കിന് കരുണയുടെ ഇത്രയും വലിയ കൃത്യം ചെയ്ത കരുണയ്ക്ക് ഒന്നും അല്ല. അവൾക്ക് ഇത്രയൊന്നും കിട്ടിയാൽ പോരാ. പക്ഷെ ഒരു കുരുന്ന് അതിൽ ബലികേടായി എന്നുള്ളതിൻ്റെ ഒരു വിഷമമാണ് നമുക്കുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ മഹാലക്ഷ്മി സീരിയലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എപ്പിസോഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും അവരുടെ ഈ ചെയ്ത പാപങ്ങൾ മൊത്തം അതിനുള്ള തെറ്റിൻ്റെ ബലം അവരിപ്പോൾ ഓരോ മിനിറ്റിലും അവർ നീര് അനുഭവിക്കുകയാണ്. കാരണം സ്വന്തം കുഞ്ഞിനെ തന്നെ ദൈവം അവർക്ക് ഇട്ടുകൊടുത്തൊക്കെയാണ് അവരുടെ മുന്നിൽ. കാരണം മഹാലക്ഷ്മീനെ കണ്ണനെയും കൂടെ കൊല്ലാൻ നോക്കി അവരുടെ കുഞ്ഞിനെ തന്നെ ആപത്തിലാക്കി. അവളുടെ കരുണയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞു മരിച്ചു. ഇനി കരുണ ഏതാനും മിനിറ്റുകളോ മണിക്കൂറുകളോ ഇനി കരുണയ്ക്ക് ജീവൻ ഉണ്ടാവുള്ളൂ. കാരണം അത്രയ്ക്കും കരുണയുടെ അവസ്ഥ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും കരുണയുടെ ജീവിതത്തിൽ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇനി ഒരു പക്ഷേ ഇനി ഡോക്ടർ സമ്മതിച്ച് ഈ ലാടൻ തന്ന മരുന്ന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ കരുണ റിക്കവറായി വരുമായിരിക്കും. നമുക്കറിയില്ലല്ലോ ഈ ലാടൻ്റെ മരുന്ന് എന്താണെന്നും കൊടുത്ത വിഷം എന്താണെന്നും മറുമരുന്ന് എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഡോക്ടേഴ്സിന് പോലും അതെന്ത് വിഷമാണെന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം ദുരന്തം പാവം ആ സ്വന്തം അമ്മയായ മോഹിനി അതിനൊന്ന് ആശുപത്രിയിൽ പോലും കൊണ്ടുവന്ന് സ്വന്തം മോളെ കാണാൻ അനുവദിക്കില്ല ഈ പ്രതാപനും മുത്തശ്ശിയും കൂടെ. അങ്ങനെ മോഹിനി ഇതെല്ലാം ഓർത്ത് സങ്കടപ്പെട്ട് ചങ്ക് പൊട്ടി വീട്ടിൽ ഇരുന്ന് നിലവിളിക്കുകയാണ്. എൻ്റെ മക്കളുടെ ജീവിതത്തിന് എന്താണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ. പിന്നെ കരുണമോളുടെ സ്വഭാവം ഈ മുത്തശ്ശിയും ഈ പ്രതാപനും സ്വന്തം അച്ഛനും കൂടെ തന്നെയാണ് മോളെ ആ ഒരു മൈൻഡിലോട്ട് മാറ്റിയത്. ഇതൊക്കെ ഓർത്ത് വിലപിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മോഹിനി. എന്തായാലും നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇനി വരുന്ന പ്രൊമോ എപ്പിസോഡുകൾ വളരെ ട്വിസ്റ്റായിട്ടുള്ള എപ്പിസോഡുകളാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഓരോ ദിവസത്തെയും വരുന്ന പ്രൊമോകൾ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വരുമ്പോഴല്ലേ ഒരു ഇതുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയണ്ടേ. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഞാൻ ഒരുവിധം ഒറിജിനലായിട്ടുള്ള സ്റ്റോറി തന്നെയാണ് പറയുന്നത്. മാറ്റം വരുത്തിയോ അല്ലെങ്കിൽ കയ്യിൽ നിന്നിട്ടോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഏകദേശം വരുന്ന ഒരു ഇൻട്രോ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രൊമോക്ക് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ ഒരു ലൈക്ക്
വിലയേറിയ ലൈക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ഒരു കമൻറ്റ്, അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലെ സുമി മുഫാസ് മനസ്സിൽ എന്ന ചാനലിന് തരുന്ന ആ ഒരു സപ്പോർട്ട്, ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും അനുഗ്രഹവും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.